രാഹുൽ ഈശ്വർ കൂടിയുണ്ട്. ശ്രീ രാഹുൽ ഈശ്വർ, ഹേമ കമ്മിറ്റിയിൽ പരാതി കൊടുത്ത അല്ലെങ്കിൽ മൊഴി കൊടുത്തതിന്റെ ഒരു ഇരയായി മാറുകയാണ് സാന്ദ്ര തോമസ് മലയാള സിനിമയിൽ. അല്ല, രണ്ട് കാര്യങ്ങൾ ആദ്യമേ സൂചിപ്പിക്കട്ടെ. മാധ്യമങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട നിലപാടെടുത്ത ശ്രീ ജഗദീഷ് സാറ് പോലും പവർ ഗ്രൂപ്പിനെ കുറിച്ച് പറഞ്ഞ കാര്യങ്ങൾ നമ്മൾ ഓർക്കുന്നത് നല്ലതാണ്. അങ്ങനെ പ്രത്യേകിച്ച് പവർ ഗ്രൂപ്പ് ഒന്നുമല്ല, കുറച്ച് ആൾക്കാർ എല്ലാ വിഭാഗത്തിലും എല്ലാ കാലത്തിലും കാര്യങ്ങളും ഉണ്ടാകും. പ്രത്യേകിച്ച് പവർ ഗ്രൂപ്പിന്റെ കാര്യം അങ്ങനെ രീതിയിൽ ദുർവ്യാഖ്യാനം ചെയ്യരുതെന്ന് മാധ്യമങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട നിലപാടെടുത്ത ശ്രീ ജഗദീഷ് പോലും സൂചിപ്പിച്ചിട്ടുണ്ട്. ഇവിടെ വളരെ വളരെ ശ്രദ്ധയോടെ ഞാൻ ഈ ചർച്ച കേൾക്കുകയായിരുന്നു. ശ്രീമതി സാന്ദ്ര തോമസ് അടക്കം ശ്രീ ജോസ് തോമസിനെ അങ്കിൾ എന്ന് വിളിച്ചുകൊണ്ടും സ്നേഹത്തോടെയും ബഹുമാനത്തോടെയും പരസ്പരം അഡ്രസ് ചെയ്യുകയാണ്. ഞാനൊരു സാധാരണക്കാരൻ നിലയിൽ സിനിമയെ ആരാധനയോടെ നോക്കി കാണുന്ന നിങ്ങളെയെല്ലാം ആദരവോടെ നോക്കി കാണുന്ന വ്യക്തി എന്ന നിലയിൽ നിങ്ങൾക്കിടയിൽ ഇത് പറഞ്ഞു തീർത്തൂടെ? പോലീസ് കേസ് പോലുള്ള കാര്യങ്ങൾ പോയാൽ ഒരിക്കലും സംസാരിക്കാൻ കഴിയാത്ത അകലത്തിലേക്കും പരസ്പര സ്പർദ്ധയിലേക്കും പോവില്ലേ? ഇവിടെ ഇൻഡസ്ട്രിയിലെ മുതിർന്നവരോ ശ്രീ വിനു കിരിയത്തോ ശ്രീ ജോസ് തോമസോ അങ്ങനെ ഒരുപാട് പേരുള്ളപ്പോ സംസാരിച്ചു കൊടുത്തൂടെ? ഇപ്പൊ വിനയൻ സാറിനെ നമുക്കെല്ലാം ഇഷ്ടമാണ്. ആർക്കാണ് വിനയൻ സാറിനെ ഇഷ്ടമല്ല? ശ്രീ ബി ഉണ്ണികൃഷ്ണന്റെ കഴിവ് ആരാണ് അംഗീകരിക്കാത്തത്? അല്ലെങ്കിൽ ശ്രീ ആൻഡോ ജോസഫിനെ പോലെ വ്യക്തിപരമായി എനിക്കറിയാം ഒരുപാട് പ്രഗത്ഭരായ ആൾക്കാരില്ലേ. നിങ്ങളൊരു കുടുംബം, ഞങ്ങൾ കാണുന്നത് നിങ്ങളൊരു സിനിമാ കുടുംബം എന്നാണ് കേട്ടോ. നിങ്ങളുടെ ഇടയിൽ ഒരുപാട് വേർതിരിവുകൾ കാണാം. പക്ഷെ ഞങ്ങൾ സാധാരണക്കാർ കാണുന്നത് ഒരു വലിയ സിനിമാ കുടുംബത്തിന്റെ ഭാഗങ്ങളാണ്. നിങ്ങൾ മലയാള സിനിമയെ താങ്ങി നിർത്തുന്നവരാണ്. ഈ കേസിന് പോലീസ്, കോടതി, വഴക്ക് തുടങ്ങിയ കാര്യങ്ങൾക്കപ്പുറം മുതിർന്ന ആരെങ്കിലും വിളിച്ച് പരസ്പരം സംസാരിച്ച് ഈ വിഷയങ്ങൾ തീർക്കുകയല്ലേ നല്ലത്? ഇല്ലെങ്കിൽ കൂടുതൽ കോടതി കേസ് വഴക്കതൊക്കെ പറഞ്ഞാൽ അത് പ്രശ്നങ്ങളിലേക്കല്ലേ പോകുള്ളൂ. അതുകൊണ്ട് ശ്രീമതി സാന്ദ്ര തോമസ് അടക്കമുള്ളവർ, ശ്രീ ബി ഉണ്ണികൃഷ്ണൻ വലിയൊരു കലാകാരനാണ്, നമുക്കെല്ലാം അറിയാം. അപ്പൊ അദ്ദേഹത്തോടക്കം ഒരു സമവായത്തിന്റെ പാതയിൽ സംസാരിച്ചു പോകുന്നതല്ലേ കുറെ കൂടെ മെച്ചപ്പെട്ട ഒരു രീതി. പോലീസ് കംപ്ലൈന്റ് എന്നൊക്കെ നമ്മുടെ കുടുംബത്തിൽ ഒരാൾക്കെതിരെ നമുക്ക് തർക്കം ഉണ്ടായിരിക്കട്ടെ, നമ്മുടെ ഒരു സഹോദരനോ ജ്യേഷ്ഠ സഹോദരനെ തർക്കം ഉണ്ടായിരിക്കട്ടെ, അത് പോലീസ് കേസ് കൊടുത്താൽ പിന്നെ ഒരിക്കലും സോൾവ് ആവാത്തൊരവസ്ഥയിലേക്കാണ് പലപ്പോഴും എത്തുക. പിന്നെ നമ്മൾ നമ്മുടെ ന്യായം പറഞ്ഞ് സ്ഥാപിക്കാൻ നോക്കും, നമ്മളാണ് കൂടുതൽ ശരിയെന്ന് പറയാൻ നോക്കും. എല്ലാവരുടെ ഭാഗത്തു നിന്നും ചില വീഴ്ചകളോ അല്ലെങ്കിൽ ചില തെറ്റുകളോ ഒക്കെ ഉണ്ടായി കാണാം. പരസ്പരം പറഞ്ഞ് സമാധാനത്തിൽ സ്നേഹത്തോടെ തീർത്ത് മുമ്പോട്ട് പോകുന്ന ഒരു മാതൃകയല്ലേ. അങ്ങനെ ഒരു സമവായത്തിനുള്ള സാധ്യതയുണ്ടോ? അതിന് താങ്കൾ